ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലീഗൽ ഡയസ്. ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രേഡ് ഇൻ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ സബ്ജക്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന ദ പേറ്റൻറ്റ്സ് ആക്ട് 1970 എന്ന് പറയുന്ന ഒരു ആക്റ്റാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ആക്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം. അപ്പോൾ ഇന്ത്യയിൽ പേറ്റൻറ്റുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളുള്ളതാണ് പേറ്റൻറ്റ്സ് ആക്ട് 1970 എന്ന് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ പേറ്റൻറ്റ് റൂൾസും ഉണ്ട് 1972. അപ്പോൾ ഈ പേറ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾക്കുള്ളൊരു എക്സ്ക്ലൂസീവ് റൈറ്റ് ആണ്. ഒരു ഇൻവെൻഷന് വേണ്ടിയിട്ട്, ഒരു കണ്ടുപിടുത്തത്തിന് വേണ്ടി ഗ്രാൻഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു എക്സ്ക്ലൂസീവ് റൈറ്റിനെയാണ് നമ്മൾ പേറ്റൻ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു പേറ്റൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ പറയുന്നത് പേറ്റൻറ്റ്സ് ആക്ട് 1970 അതുപോലെ തന്നെ പേറ്റൻറ്റ്സ് റൂൾസ് 1972 ഈ ഒരു ആക്ടിൻ്റെ ലേറ്റസ്റ്റ് അമെൻമെൻറ്റ്സ് ഒക്കെ 1999 പേറ്റൻറ്റ്സ് അമെൻമെൻറ്റ് ആക്ട് 1999 എന്ന് പറഞ്ഞിട്ടൊരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പേറ്റൻറ്റ്സ് അമെൻമെൻറ്റ് ആക്ട് 2002 എന്ന് പറഞ്ഞിട്ടൊരു അമെൻമെൻറ്റ് ഉണ്ട്. അതിനുശേഷം പേറ്റൻറ്റ്സ് അമെൻമെൻറ്റ് ആക്ട് 2005 അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. പിന്നെ 2023-24 ഈ ഒരു പേറ്റൻറ്റ് അമെൻമെൻറ്റ് റൂൾസിൻ്റെ ഡ്രാഫ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് പേറ്റൻറ്റ്സ് ആക്റ്റുകളെ പറ്റി നോക്കാനുള്ളത്. അപ്പോൾ എന്തിനാണ് ഈ ഒരു പേറ്റൻറ്റ്സ് ആക്ട് ഉള്ളത്? അതിൻ്റെ ഒബ്ജക്റ്റ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈസ് ടു എൻകറേജ് ദ സയൻറ്റിഫിക് റിസർച്ച്, ന്യൂ ടെക്നോളജി ആൻഡ് ഇൻഡസ്ട്രിയൽ പ്രോഗ്രസ്. അതായത് ആദ്യമേ നമ്മൾ പറഞ്ഞു പേറ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പുതിയ കണ്ടുപിടുത്തത്തിന് കൊടുക്കുന്ന ഒരു എക്സ്ക്ലൂസീവ് റൈറ്റ് ആണ്. അപ്പം അങ്ങനെ ഉള്ള സയൻറ്റിഫിക് റിസർച്ചുകളെ എൻകറേജ് ചെയ്യുക, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, അതായത് പുതിയ പുതിയ ടെക്നോളജീസ് കൊണ്ടുവരിക. അതായത് അതുവഴി എന്താണ്? ഇൻഡസ്ട്രിയൽ പ്രോഗ്രസ്സും കൂടി കണക്കാക്കുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളെ എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ് ഈ പേറ്റൻറ്റ് ആക്ടിൻ്റെ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് തന്നെ. അപ്പം ഇവിടെ ഈ ഒരു ആക്ടിൽ പറയുന്നുണ്ട് ഒരാൾക്ക് പേറ്റൻ്റ് റൈറ്റ് കൊടുക്കുന്ന കാര്യം. ഒരു പുതിയതായിട്ട് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ആർട്ടിക്കിളോ അല്ലെങ്കിൽ ഒരു എങ്ങനെയാണ് ആ ഒരു ആർട്ടിക്കിൾ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു പ്രോസസ്സ് കണ്ടുപിടിക്കുന്നതിനോ ആ ഒരു പ്രോസസ്സിനോ അല്ലെങ്കിൽ ആ ഒരു ഇൻവെൻഷനൊക്കെ ഒരാൾക്ക് കൊടുക്കുന്ന ഒരു റൈറ്റിനെയാണ് നമ്മൾ പേറ്റൻ്റ് റൈറ്റ്. അപ്പോൾ ആ പേറ്റൻ്റ് റൈറ്റ് ഈ ഒരു ആക്ടിനകത്ത് പറയുന്നുണ്ട്. അപ്പം പേറ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് ആണ്. നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ആൻ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ് ഗിവിംഗ് ദ ഹോൾഡർ ദ സോൾ റൈറ്റ് ടു മേക്ക്, ടു യൂസ് ഓർ ടു സെൽ ആൻ ആർട്ടിക്കിൾ ആൻഡ് പ്രിവെൻറ്റിംഗ് ദ അതർ ഫ്രം ഇമിറ്റേറ്റിംഗ് ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേറ്റൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് ആണ്. ആ ഒരു ഹോൾഡർക്ക് അതിൻ്റെ ഫുള്ള് ആ സോൾ റൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരാൾ മാത്രമാണ് അതിൻ്റെ അവകാശി. എന്തിനൊക്കെ? ആ ഒരു റൈറ്റ് അയാൾക്ക് മാത്രമേ ഉള്ളൂ. എന്തിനൊക്കെയാണ് അയാൾക്ക് മാത്രം റൈറ്റ് ഉള്ളത്? അത് മേക്ക് ചെയ്യാനും അല്ലെങ്കിൽ അത് ഉപയോഗിക്കാനും അത് വിൽക്കാനും, ആ ഒരു ആർട്ടിക്കിൾ വിൽക്കാനും, മറ്റൊരാൾ അത് ഇമിറ്റേറ്റ് ചെയ്യുന്നതിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യാനും ഈ ഒരു ഹോൾഡർക്ക് കൊടുക്കുന്ന ആ ഒരു സോൾ റൈറ്റിനെയാണ്, അതിൻ്റെ അങ്ങനെ കൊടുക്കുന്ന ഒരു ഒഫീഷ്യൽ ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ പേറ്റൻ്റ് എന്ന് വിളിക്കുന്നത്. അപ്പം അതിന് നമുക്ക് എന്ത് പറയാം? പേറ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു മൊണോപ്പൊളി റൈറ്റ് ആണ് ഗ്രാൻഡഡ് ടു എ പേഴ്സൺ ഹു ഹാസ് ഇൻവെൻറ്റഡ് എ ന്യൂ ആൻഡ് യൂസ്ഫുൾ ആർട്ടിക്കിൾ ഓർ ആൻ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ആൻ എക്സിസ്റ്റിംഗ് ആർട്ടിക്കിൾ ഓർ എ ന്യൂ പ്രോസസ് ഓഫ് മേക്കിംഗ് ആൻ ആർട്ടിക്കിൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഒരു മൊണോപ്പൊളി റൈറ്റ് ആണെന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരാൾക്ക് മാത്രമേ അത് കിട്ടുന്നുള്ളൂ. അപ്പം ആ ഒരാൾക്ക് ഫുൾ അതിൻ്റെ റൈറ്റ് വരുവാണ്. എന്തിനൊക്കെയാണ് അത്? ആ ഒരാളെന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പുതിയൊരു കാര്യം കണ്ടുപിടിച്ച ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഒരു ആ എക്സിസ്റ്റിംഗ് ആർട്ടിക്കിളിൽ തന്നെ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയ ആളായിരിക്കാം, അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ മേക്ക് ചെയ്യുന്നതിൻ്റെ പ്രോസസ്സ്, പുതിയ എന്തെങ്കിലും ഒരു പ്രോസസ്സ് കൊണ്ടുവന്ന ഒരാളായിരിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരാൾക്ക് ഒരു മൊണോപ്പൊളി റൈറ്റ് കൊടുക്കുന്നതാണ് ഈ പേറ്റൻ്റ് എന്ന് പറയുന്നത്. അപ്പം പിന്നെ നമുക്ക് എന്തെന്ന് പറയാം? പേറ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഗ്രാൻഡ് ഓഫ് സം പ്രിവിലേജ് ഓർ റൈറ്റ് ബൈ ദ ഗവൺമെൻറ് ടു വൺ ഓർ മോർ ഇൻഡിവിജ്വൽസ് ഹു ഇൻവെൻറ്റഡ് എ ന്യൂ ആർട്ടിക്കിൾ ഓർ എ ന്യൂ പ്രോസസ് ഫോർ മേക്കിംഗ് ആൻ ആർട്ടിക്കിൾ. അപ്പോൾ എപ്പോഴും നമ്മൾ ഒന്നുകിൽ ഒരു ന്യൂ ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു പ്രോസസ് ഫോർ മേക്കിംഗ് ആൻ ആർട്ടിക്കിൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു കണ്ടുപിടുത്തം നടത്തിയ ഒരാൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് പേര് ചേർന്നിട്ടായിരിക്കാം ഒരു കാര്യം കണ്ടുപിടിച്ചത്. അപ്പോൾ അവർക്ക് ഒരു പ്രിവിലേജ് അല്ലെങ്കിൽ ഒരു റൈറ്റ് ഗവൺമെൻറ് തന്നെ കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുന്നതിനെയും നമ്മൾ എന്തെന്നാണ് പറയുന്നത്? അതെല്ലാം ഈ ഒരു പേറ്റൻറ്റിന് തന്നെ പല പല ഡെഫിനിഷനാണ് നമ്മൾ ഈ പറയുന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ദ ഇൻസ്ട്രുമെൻറ്റ് ബൈ വിച്ച് സച്ച് ഗ്രാൻഡ് ഈസ് മെയ്ഡ് ഈസ് നോൺ ആസ് പേറ്റൻറ്റ്. ആ ഒരു ഗ്രാൻറ്റിനെ, അതായത് അവർക്ക് അത്തരത്തിലൊരു കാര്യം ഗ്രാൻഡ് ചെയ്ത് ആ ഒരു പ്രിവിലേജ് കൊടുക്കുന്നത്, ആ ഒരു ഇൻസ്ട്രുമെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പേറ്റൻറ്റ് എന്നുള്ളൊരു കാര്യം. അപ്പം ഇവിടെ ആ ഒരു പേറ്റൻ്റ് വഴി ആർക്കാണ്? ആ ഇൻവെൻറ്റർ, അതായത് കണ്ടുപിടിച്ച ആൾ, അയാൾ നമ്മൾ ഇൻവെൻറ്ററാണ്. ഇൻവെൻറ്റർ ആയതിനു ശേഷമാണ് ഈ പേറ്റൻ്റ് കിട്ടുന്നത്. പേറ്റൻ്റ് കിട്ടുമ്പോൾ അയാളെ നമ്മൾ എന്തെന്ന് പറയും? പേറ്റൻറ്റി എന്ന് വിളിക്കും. അപ്പോൾ ആ ഒരു പേറ്റൻറ്റിക്ക് ഇവിടെ സബ്സ്റ്റാൻറ്റീവ് റൈറ്റ്സ് ഉണ്ട്. അപ്പം അവിടെ മോണിറ്ററി റൈറ്റ്, വാല്യുബിൾ ആയിട്ടുള്ള മോണിറ്ററി റൈറ്റ് ഉണ്ട്. അയാൾക്ക് അയാളുടേതായ അഡ്വാൻറ്റേജ് എൻഫോഴ്സ് ചെയ്യാൻ പറ്റും. അത്
അതിപ്പോൾ അയാൾ അത് കണ്ടുപിടിച്ച് അയാൾക്ക് വേണ്ടി മാത്രമാണെങ്കിലും അല്ലെങ്കിൽ അത് മറ്റ് ആൾക്കാരുടെ കൺസിഡറേഷന് വേണ്ടിയിട്ട് മറ്റാളുടെ പ്രിവിലേജിന് വേണ്ടി കൺവേ ചെയ്യുകയാണെങ്കിലും ഇതെല്ലാം എന്താണ് ആ പേറ്റൻറ്റിക്ക് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു പേറ്റൻറ്റ് കിട്ടുന്നത് വഴിയാണ് ഇതെല്ലാം ആ ഒരു ഇൻവെൻറ്റർക്ക് റൈറ്റ് അങ്ങോട്ട് ട്രാൻസ്ഫർ ആകുന്നത്, റൈറ്റ് അങ്ങോട്ട് കിട്ടുന്നത്. അപ്പോൾ പേറ്റൻ്റ് റൈറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻടാഞ്ചിബിൾ റൈറ്റ് ആണ്. നമുക്കറിയാം എന്താണ് ഇൻടാഞ്ചിബിൾ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ആദ്യമേ പറഞ്ഞതാണ് പ്രോപ്പർട്ടിയുടെ ടൈപ്സ് പറഞ്ഞപ്പം ഇൻടാഞ്ചിബിൾ പ്രോപ്പർട്ടീസ് പറഞ്ഞത്. അതായത് നമുക്ക് തൊട്ട് നോക്കാനൊന്നും പറ്റത്തില്ല, ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇൻടാഞ്ചിബിളിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ അങ്ങനെ പേറ്റൻ്റ് റൈറ്റ് ഒരു ഇൻടാഞ്ചിബിൾ റൈറ്റ് ആണ്. ഒരു ഇൻ്റലക്ച്വൽ റൈറ്റ്സ്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരെണ്ണമാണ് ഈ ഒരു പേറ്റൻ്റ് റൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ഒരു പേറ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാറ്റ്യൂട്ടിൻ്റെ ക്രിയേഷനാണ്. അപ്പോൾ ഈ ഒരു പേറ്റൻറ്റിൻ്റെ ഓണർക്ക് ഇയാളുടെ ഈ ഒരു പ്രോപ്പർട്ടി വിൽക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ പേറ്റൻറ്റ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും മറ്റൊരാൾക്ക് ഈ ലൈസൻസ് ഗ്രാൻഡ് ചെയ്ത് കൊടുക്കാൻ അയാൾക്ക് പറ്റും. അപ്പോൾ ആ ഒരു പേറ്റൻറ്റിക്കുള്ള റൈറ്റ്, അതായത് അയാൾക്കുള്ള എന്തൊക്കെ പറ്റും, എന്തൊക്കെ പവേഴ്സാണ് അവിടെ വരുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പേറ്റൻറ്റ് ബീങ് എ ക്രിയേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട് ഇസ് ടെറിട്ടോറിയൽ ഇൻ എക്സ്റ്റെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു ടെറിട്ടോറിയൽ എന്ന് പറയുമ്പോൾ എക്സ്ട്രാ ടെറിട്ടോറിയൽ അല്ല, പുറത്തോട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു പേറ്റൻറ്റ് ഒരു സ്റ്റേറ്റിലാണ് ഗ്രാൻഡ് ചെയ്ത് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് മറ്റൊരു സ്റ്റേറ്റിൽ എൻഫോഴ്സ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, അൺലെസ് ദ ഇൻവെൻഷൻ കൺസേൺഡ് ഇസ് ഓൾസോ പേറ്റൻറ്റഡ് ഇൻ ദാറ്റ് സ്റ്റേറ്റ്. എന്ന് പറയുമ്പം ഈ ഒരു സ്റ്റേറ്റിൽ ഒരു കണ്ടുപിടുത്തം നടത്തി അതിന് പേറ്റൻറ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് അത് മറ്റൊരു സ്റ്റേറ്റിൽ എൻഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ പറ്റും എപ്പോഴാണ്, ആ ഒരു സ്റ്റേറ്റിലും ഇതേ ഒരു ഇൻവെൻഷൻ തന്നെ, ഇതേ ഇൻവെൻഷനായിട്ട് ബന്ധപ്പെട്ട് തന്നെ പേറ്റൻറ്റഡ് ആണെന്നുണ്ടെങ്കിൽ മാത്രം അത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റും. അതാണ് ആദ്യമേ പറഞ്ഞത്, ഈ ഒരു സ്റ്റാറ്റ്യൂട്ടിൻ്റെ ക്രിയേഷൻ ആയതുകൊണ്ട് തന്നെ അത് ടെറിട്ടോറിയലാണ്. ഇനി പുറത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ എന്താണ്, അവിടെയും ഇതേ കാര്യം തന്നെ പേറ്റൻറ്റഡ് ആയിട്ടിരിക്കണം. അതുപോലെ എ പേറ്റൻറ്റ് ഈസ് ഗ്രാൻഡഡ് ടു എൻകറേജ് ആൻഡ് ഡെവലപ്പ് ന്യൂ ടെക്നോളജി ആൻഡ് ഇൻഡസ്ട്രി. അത് നമ്മൾ ആദ്യമേ പറഞ്ഞ കാര്യമാണ്. എന്ത്, ഈ ഒരു സയൻറ്റിഫിക് റിസർച്ചിനെയും പുതിയ ടെക്നോളജിയെയും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പ്രോഗ്രസ് ഒക്കെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പേറ്റൻറ്റ് ഗ്രാൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഈ ഒരു ഇൻവെൻറ്റർ ഈ ഒരു പുതിയ ഇൻവെൻഷനെ പറ്റി ഡിസ്ക്ലോസ് ചെയ്യുന്നത് ഓൺലി ഇഫ് ഹീ ഈസ് റിവാർഡഡ്. അയാൾക്ക് റിവാർഡ് കിട്ടും എന്നുള്ള സാഹചര്യത്തിൽ അയാൾക്കത് റിവീൽ ചെയ്യാം, അങ്ങനെ വേണമെങ്കിൽ അയാൾക്കത് റിവീൽ ചെയ്യാം. അപ്പം ഇൻ ദ കൺസിഡറേഷൻ ഓഫ് ദ ഡിസ്ക്ലോഷർ ഓഫ് ദ പേറ്റൻറ്റി വിൽ ബി ഗ്രാൻറ്റഡ് വിത്ത് എ മൊണോപ്പൊളി റൈറ്റ് ഫോർ എ ലിമിറ്റഡ് പീരിയഡ്. അങ്ങനെ ഈ ഒരു, അതായത് ഒരു കണ്ടുപിടുത്തം നടത്തി അത് ഡിസ്ക്ലോസ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു ഇൻവെൻഷനെ പറ്റി അറിയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ പേറ്റൻറ്റിക്ക് ആ ഒരു പേറ്റൻറ്റ് റൈറ്റ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം, അതായത് ഒരു കാര്യം ഇൻവെൻറ്റ് ചെയ്ത് അത് ഡിസ്ക്ലോസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു മൊണോപ്പൊളി റൈറ്റ് ഒരു ലിമിറ്റഡ് പീരീഡിലേക്കാണ് ഈ ഒരാൾക്ക് കൊടുക്കുന്നത്. ആ പീരീഡ് എക്സ്പയർ ആയതിന് ശേഷം എന്ന് പറഞ്ഞാൽ ആ ഒരു ഇൻവെൻറ്റർക്ക് ഗ്രാൻഡ് ചെയ്ത് കൊടുത്തൊരു എക്സ്ക്ലൂസീവ് റൈറ്റ് ഗ്രാൻഡ് ചെയ്ത് കൊടുത്ത ഒരു ടൈം പീരീഡ് കാണും. ആ ഒരു പീരീഡ് എക്സ്പയർ ആയതിനു ശേഷം ആ ഒരു ഇൻവെൻഷനെ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം, അതർ ദാൻ ആരാണ്, ദ വൺ ടു ഹും ദ പേറ്റൻറ്റ് ഈസ് ഗ്രാൻഡഡ്. ആർക്കാണോ പേറ്റൻറ്റ് ഗ്രാൻഡ് ചെയ്ത് കൊടുത്തത് അയാൾക്കൊഴിച്ച് ബാക്കി എല്ലാവർക്കും അത് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഇൻവെൻഷനെ ഉപയോഗിക്കാനായിട്ട് പറ്റും ആ ഒരു എക്സ്പയറി പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പം ദ പേഴ്സൺ ടു ഹും അ പേറ്റൻറ്റ് ഈസ് ഗ്രാൻറ്റഡ് ഈസ് കോൾഡ് പേറ്റൻറ്റി. നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പേറ്റൻറ്റി എന്ന് പറഞ്ഞാൽ ആരാണ്, ആദ്യം ഇൻവെൻറ്ററായിട്ടിരുന്ന ആൾ പിന്നീട് ആ ഇൻവെൻഷന് വേണ്ടി അയാൾക്ക് ആ ഒരു എക്സ്ക്ലൂസീവ് റൈറ്റ് കിട്ടുന്ന സമയത്ത് ആ പേറ്റൻറ്റ് ഗ്രാൻറ്റഡ് ആയി കിട്ടുമ്പോൾ അയാളെ വിളിക്കുന്ന പേരാണ് പേറ്റൻറ്റി എന്നുള്ളത്. അപ്പം ആദ്യമേ പറഞ്ഞ കാര്യം എന്താണ്, ഈ പേറ്റൻറ്റ് റൈറ്റ് എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്, ഒന്നുകിൽ ഒരു പുതിയ ആർട്ടിക്കിളിൻ്റെ ഇൻവെൻഷന് വേണ്ടി കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ എന്താണ്, ഓർ പ്രോസസ് ഫോർ മാനുഫാക്ചറിങ് ഓഫ് ആൻ ആർട്ടിക്കിൾ, അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ മാനുഫാക്ചർ ചെയ്യുന്നതിനുള്ള പ്രോസസ്സിൻ്റെ ഒരു ഇൻവെൻഷന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഒരു പുതിയ ആർട്ടിക്കിൾ തന്നെ കണ്ടുപിടിക്കുകയാണ്, അല്ലെങ്കിൽ അത് മേക്ക് ചെയ്യുന്നതിൻ്റെ പ്രോസസ്സ് കണ്ടുപിടിക്കുകയാണ്. ഇങ്ങനെ രണ്ട് ഇൻവെൻഷനും ഈ ഒരു പേറ്റൻറ്റ് റൈറ്റ് കൊടുക്കാം. അപ്പം ഒരു ഇൻവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, is the creation of an intellect applied to produce something new and useful. എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവനുസരിച്ച്, നമ്മുടെ ഇൻ്റലക്റ്റ് അനുസരിച്ച്, അവരുടെ വിസ്ഡം അനുസരിച്ച് ഒരാൾ ഒരു കണ്ടുപിടുത്തം നടത്തുക എന്ന് പറയുമ്പം അയാളുടെ ഫുൾ നോളജ് വെച്ചിട്ടാണ് അയാളത് ചെയ്യുന്നത്. അയാളുടെ ഇൻ്റലക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് അയാളത് അപ്ലൈ ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒരു പുതിയ സാധനം, പുതിയതും അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടുപിടിക്കുക, അതിനെയാണ് ഇൻവെൻഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അത്തരത്തിലൊരു ക്രിയേഷൻ എന്ന് പറയുന്നത് ആ കണ്ടുപിടിക്കുന്ന ആളുടെ, അതായത് പേറ്റൻറ്റ് ആർക്കാണോ ഗ്രാൻഡ് ചെയ്ത് കിട്ടുന്നത്, ആ ഒരു പേറ്റൻറ്റ് ഗ്രാൻഡ് ചെയ്ത് കിട്ടുന്നിടം തൊട്ട് ആ ഒരു കണ്ടുപിടിച്ച ആൾ, ആ ഇൻവെൻറ്ററിൻ്റെ എക്സ്ക്ലൂസീവ് പ്രോപ്പർട്ടി ആയിട്ട് ആ ഒരു ക്രിയേഷനെ കണക്കാക്കപ്പെടും.
പേറ്റൻറ്റിയുടെ എക്സ്ക്ലൂസീവ് പ്രൊപ്പറേറ്ററി റൈറ്റ് ഓവർ ദ പേറ്റൻറ്റഡ് പ്രോഡക്റ്റ് ഇസ് ആൻ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. അതായത് ആ പേറ്റൻറ്റഡ് ആയി കിട്ടുന്ന എന്ന് പറയുമ്പോൾ അതൊരു ലീഗലി അതിന് ആ ഒരു ഇൻവെൻഷന് കൊടുക്കുന്ന വാലിഡിറ്റിയാണ് ഈ ഒരു ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് ആയിട്ടാണ് നമ്മൾ പേറ്റൻറ്റിനെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രോഡക്റ്റ് പേറ്റൻറ്റഡ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ മേലുള്ള പേറ്റൻറ്റിയുടെ എക്സ്ക്ലൂസീവ് റൈറ്റ് എന്ന് പറയുന്നത് അത് എക്സ്ക്ലൂസീവ് റൈറ്റ് ആണ്. എന്ന് പറയുമ്പോൾ ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്നുള്ള കാറ്റഗറിയിൽ നമുക്കതിനെ പെടുത്താൻ പറ്റും. കാര്യം എന്താണ്, ഈ പേറ്റൻറ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു ഇൻ്റലക്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരാൾക്ക് കിട്ടുന്ന ഒരു റൈറ്റാണ്. അയാളുടെ ഇൻ്റലക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് അയാൾ പുതിയൊരു കാര്യം കണ്ടുപിടിക്കുന്ന സമയത്ത് കിട്ടുന്നതായതുകൊണ്ട് തന്നെ അതിനകത്ത് എന്ത് പറയാം, നമുക്ക് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിൽ വരുന്നതാണെന്ന് പറയാൻ പറ്റും. എന്ന് പറഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയുടെ ഓണർ അയാളുടെ പ്രോപ്പർട്ടി ഏത് രീതിയിലാണോ അയാൾക്ക് അതിൽ അവകാശങ്ങളുള്ളത് ആ ഒരു ട്രീറ്റ് ചെയ്യുന്നത് അതേ ഒരു രീതിയിൽ തന്നെ ഒരു പേറ്റൻറ്റഡ് പ്രോഡക്റ്റുമായിട്ട് ഒരു പേറ്റൻറ്റി അത് ഡീൽ ചെയ്യാനായിട്ട് പറ്റും. പേറ്റൻറ്റി അതിന് എൻറ്റൈറ്റിൽഡ് ആണ്. അത് അയാളുടെ ഓൺ പ്രോഡക്റ്റായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അയാൾ അതിൻ്റെ ഓണറാണ്. അപ്പം ഇവിടെ ഈ ഒരു പേറ്റൻറ്റിൻ്റെ മെയിൻ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പേറ്റൻറ്റ് ലോയുടെ മെയിൻ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു പേറ്റൻറ്റിക്ക് ഇയാളുടെ കണ്ടുപിടുത്തത്തിലൂടെ കൊമേഴ്ഷ്യൽ അഡ്വാൻറ്റേജ് ഉണ്ടാകാം. അപ്പം അങ്ങനെ ഒരു എക്സ്ക്ലൂസീവ് റൈറ്റ് അയാൾക്ക് കൊടുക്കുക എന്താണ്, ഈസ് ടു കൺഫർ എക്സ്ക്ലൂസീവ് റൈറ്റ് ടു ദ പേറ്റൻറ്റി ടു ഗെയിൻ കൊമേഴ്ഷ്യൽ അഡ്വാൻറ്റേജ് ഔട്ട് ഓഫ് ഹിസ് ഇൻവെൻഷൻ. അയാളുടെ ഇൻവെൻഷനിൽ നിന്നും അയാൾക്കൊരു കൊമേഴ്ഷ്യൽ അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടിയിട്ട് പേറ്റൻറ്റിക്ക് ഒരു എക്സ്ക്ലൂസീവ് റൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെയിൻ ഒബ്ജക്റ്റ് ഓഫ് പേറ്റൻറ്റ് ലോ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ അവർക്ക് എന്താണ് ഈ ഒരു എക്സ്ക്ലൂസീവ് റൈറ്റ് കൊടുക്കുന്നത് എന്തിനാണ്, അവരെ ആ ഒരു ഇൻവെൻറ്റേഴ്സിന് അവരുടെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ട് അവർ കൂടുതൽ കാര്യങ്ങൾ കണ്ടുപിടിക്കട്ടെ, അവരുടെ ഇൻ്റലക്റ്റ് അവർ അപ്ലൈ ചെയ്യട്ടെ എന്നുള്ളൊരു ഉദ്ദേശം കൂടെ ഉണ്ട്. അപ്പം ഇവർക്ക് ഈ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ പേറ്റൻറ്റിക്ക് ഒരു ഈ ആക്ട് വഴി അല്ലെങ്കിൽ ഈ ഒരു പേറ്റൻറ്റ് ലോ വഴി ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇൻവെൻറ്റർ ഒരിക്കലും ആ ഒരു ഈ ഇൻവെൻഷനെ പറ്റി ഡിസ്ക്ലോസ് ചെയ്യത്തില്ല. അത് സീക്രട്ടായിട്ടേ വെക്കത്തുള്ളൂ. കാര്യം ഡിസ്ക്ലോസ് ചെയ്തിട്ട് അയാൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിലേ അവർ ഡിസ്ക്ലോസ് ചെയ്യത്തുള്ളൂ. അപ്പം അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇൻവെൻഷനെ പറ്റി പുറത്തേക്ക് ആൾക്കാരോട് പറയുന്ന സമയത്ത് അവിടുന്ന് ആ ഒരു പ്രിവിലേജ് കിട്ടുന്നതാണ് ഈ ഒരു മൊണോപ്പൊളി റൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് സൊസൈറ്റിക്കും ഒരു തരത്തിൽ ബെനിഫിറ്റാണ്. അപ്പോൾ ഇയാൾക്ക് അങ്ങനെ ഈ ഒരാൾക്ക് പേറ്റൻറ്റിക്ക് അല്ലെങ്കിൽ ഇൻവെൻറ്ററിന് അവിടുന്ന് പ്രൊട്ടക്ഷൻ കിട്ടിയാൽ മാത്രമേ ഇൻവെൻറ്റർ അത് ഡിസ്ക്ലോസ് ചെയ്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പേറ്റൻറ്റ് ലോ മെയിനായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ അവർക്കുള്ള റൈറ്റ്സ് ഒക്കെ റെക്കഗ്നൈസ് ചെയ്ത് കിട്ടുക, ഒരു എക്സ്ക്ലൂസീവ് റൈറ്റ് കൊടുക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരു കേസ് നോക്കാം. ബിസ്വന്ത് പ്രസാദ് രാധേശ്യാം വേഴ്സസ് ഹിന്ദുസ്ഥാൻ മെറ്റൽ ഇൻഡസ്ട്രീസ്. അപ്പം ഈ ഒരു കേസിനകത്ത് സുപ്രീം കോർട്ട് സമപ്പ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ഈ ഒരു പേറ്റൻറ്റ് ലോയുടെ ഒബ്ജക്റ്റ് എന്താണ് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെയും പഠിച്ച അത്രയും കാര്യങ്ങൾ സമപ്പ് ചെയ്തങ്ങ് പറഞ്ഞാൽ മതി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്, ഒന്നാമത്തെ കാര്യം സയൻറ്റിഫിക് റിസർച്ച്, പുതിയ ടെക്നോളജി, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പ്രോഗ്രസ്, ഇതൊക്കെ എൻകറേജ് ചെയ്യുക. പിന്നെന്താണ്, ഒരാൾക്കിത് ഈ ഒരു എക്സ്ക്ലൂസീവ് റൈറ്റ് ആ ഒരു പ്രിവിലേജ് ഗ്രാൻഡ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ അയാൾക്കത് ഓൺ ചെയ്യാനും യൂസ് ചെയ്യാനും അത് വിൽക്കാനും പറ്റും. അത് എപ്പോഴത്തേക്കാണ്, ഒരു ലിമിറ്റഡ് പീരീഡിലേക്കാണ്. അപ്പം ഈ ഒരു ഗ്രാൻഡ് മൊണോപ്പൊളിയുടെ പ്രൈസ് എന്ന് പറയുന്നത് പേറ്റൻറ്റ് ഓഫീസിൽ ഇത് ഡിസ്ക്ലോസ് ചെയ്യുക, ആ ഒരു ഇൻവെൻഷൻ ഡിസ്ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു ഫിക്സ്ഡ് പീരീഡിൻ്റെ എക്സ്പയറി കഴിഞ്ഞ് കഴിയുമ്പം ആ ഒരു മൊണോപ്പൊളി, ആ ഇൻവെൻഷൻ്റെ മൊണോപ്പൊളി ആർക്ക് പോവുകയാണ്, പബ്ലിക് ഡൊമൈനിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ആർക്ക് വേണമെങ്കിൽ അത് പിന്നീട് ഉപയോഗിക്കാനൊക്കെ പറ്റും ആ ഒരു ലിമിറ്റഡ് പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പം പേറ്റൻറ്റ് ആക്ട് 1970 2 കൈൻഡ്സ് ഓഫ് പേറ്റൻറ്റുകളെ പറ്റിയാണ് പറയുന്നത്. പേറ്റൻറ്റിന് 2 ടൈപ്പ് ആണ് പറയുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് പേറ്റൻറ്റും, രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ് പേറ്റൻറ്റ്. അപ്പോൾ ഇതിന് മുന്നേ ഡെഫിനിഷൻ ശ്രദ്ധിച്ചവർക്കറിയാം. നമ്മൾ പറയുന്നത് ഒരു ആർട്ടിക്കിളിൻ്റെ ക്രിയേഷൻ അല്ലെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ആർട്ടിക്കിളിൻ്റെ മാനുഫാക്ചറിന് വേണ്ടി ഒരു പ്രോസസ്സ് ഇൻവെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ തന്നെ ഇൻവെൻറ്റ് ചെയ്യുക. ഇങ്ങനെ 2 കാര്യമാണ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറയുന്ന 2 ടൈപ്പ്. ഒന്ന് പ്രോഡക്റ്റ് പേറ്റൻറ്റും മറ്റേത് പ്രോസസ്സ് പേറ്റൻറ്റും. ഇപ്പോൾ പ്രോഡക്റ്റ് പേറ്റന്റ് എന്ന് പറയുമ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുക എന്താണ്, ഒരു പുതിയതായിട്ടുള്ള അല്ലെങ്കിൽ അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഒരാൾ ഇൻവെൻറ്റ് ചെയ്യുവാണ്. അങ്ങനെ ഒരു പ്രോഡക്റ്റ് ഇൻവെൻറ്റ് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ഗ്രാൻഡ് ചെയ്ത് കൊടുക്കുന്നതാണ് പ്രോഡക്റ്റ് പേറ്റന്റ് എന്ന് പറയുന്നത്.
അപ്പം ഈ ഒരു പ്രോഡക്റ്റ് പേറ്റൻറ്റിൻ്റെ വരുമ്പം ദ പേറ്റൻറ്റ് ഈസ് ഗ്രാൻറ്റഡ് നോട്ട് ടു ദ മെത്തേഡ് ഓർ ദ പ്രോസസ് ഓഫ് മാനുഫാക്ചർ ഓഫ് എ സബ്സ്റ്റൻസ് ബട്ട് ടു ദ സബ്സ്റ്റൻസ് ഇറ്റ് സെൽഫ്. അത് നമുക്ക് ആ ഡെഫിനിഷൻ ആ ഒരു പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. എന്താണ് പ്രോഡക്റ്റ് പേറ്റൻ്റ് എന്ന് പറയുമ്പം ഒരു ടൈപ്പ് ഓഫ് പേറ്റൻ്റ് ആണ്. എന്തിനാണ് ഗ്രാൻഡ് ചെയ്ത് കൊടുക്കുന്നത്? ഒരാൾ നടത്തുന്ന ഒരു കണ്ടുപിടുത്തം എന്താണോ ആ കണ്ടുപിടിച്ച സാധനത്തിനാണ് പേറ്റൻ്റ് റൈറ്റ് കൊടുക്കുന്നത്. അല്ലാതെ അയാളത് ഏത് രീതിയിൽ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ആ സബ്സ്റ്റൻസ് എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്തെടുത്തത്, എന്ത് മെത്തേഡാണ്, എന്ത് പ്രോസസ്സാണ് ചെയ്തത് എന്നുള്ളതിനല്ല അവിടെ പേറ്റൻ്റ് ഗ്രാൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു സാധനത്തിനാണ്, ആ സബ്സ്റ്റൻസിനാണ് പേറ്റൻ്റ് ഗ്രാൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ആൻഡ് പേറ്റൻ്റ് ഹോൾഡർ അല്ലെങ്കിൽ പേറ്റൻറ്റിക്ക് അവിടെ ആ സാധനം പ്രൊഡ്യൂസ് ചെയ്യാനോ അതുപോലെ തന്നെ ആ ഒരു പ്രോഡക്റ്റ്, പേറ്റൻറ്റഡ് പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാനോ, അതായത് അത് വിൽക്കാനോ ഒക്കെയുള്ള അബ്സല്യൂട്ട് റൈറ്റ് കിട്ടുകയാണ് അതിലൂടെ. പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് പേറ്റൻറ്റിക്ക് വേറെ എന്തിനൊക്കെയുള്ള അവകാശങ്ങളുണ്ട്? അത് മേക്ക് ചെയ്യാം, ആ പ്രോഡക്റ്റ് മേക്ക് ചെയ്യാം, ആ പ്രോഡക്റ്റ് ഉപയോഗിക്കാം, ആ പ്രോഡക്റ്റ് എക്സസൈസ് ചെയ്യാം, അത് വിൽക്കാം, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പം ഇന്ത്യയിലുള്ള കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഇതൊക്കെ ചെയ്യാനായിട്ട് ആ ഒരാൾക്ക് പറ്റും. ഇനി അപ്പോൾ പ്രോസസ് പേറ്റൻറ്റ് എന്തായിരിക്കും? ഇതിൻ്റെ നേരെ തന്നെ തിരിച്ച് പറയുക. അതായത് ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സ്, ഈ ഒരു സബ്സ്റ്റൻസ് മാനുഫാക്ചർ ചെയ്തെടുക്കുന്നതിന് മെത്തേഡ് അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യാണ്. ആ ഒരു മെത്തേഡിനോ അല്ലെങ്കിൽ പ്രോസസ്സിനോ ഒരു പേറ്റൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പ്രോസസ് പേറ്റൻറ്റ്. പ്രോസസ് പേറ്റൻറ്റിൻ്റെ കാര്യത്തിൽ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് പേറ്റൻറ്റഡ് ആകത്തില്ല. ഒൺലി ആ പ്രോസസ്സ് മാത്രമേ പേറ്റൻറ്റഡ് ആയിട്ട് കണക്കാക്കത്തുള്ളൂ. അപ്പം ഈ ഒരു പേറ്റൻറ്റിക്ക് എന്ത് റൈറ്റാണ് കിട്ടുന്നത്? അയാൾക്ക് ആ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ അയാൾ എന്ത് മെത്തേഡാണോ യൂസ് ചെയ്തത് ആ ഒരു മെത്തേഡ് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാനായിട്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ആ ഒരു മെത്തേഡോ പ്രോസസ്സോ യൂസ് ചെയ്യാനായിട്ടും എക്സസൈസ് ചെയ്യാനായിട്ടുമുള്ള ഒരു എക്സ്ക്ലൂസീവ് റൈറ്റാണ് ആ ഒരു പ്രോസസ്സ് പേറ്റൻറ്റ് വഴി ആ ഒരു പേറ്റൻറ്റിക്ക് കിട്ടുന്നത്. അപ്പോൾ അതാണ് പ്രോഡക്റ്റ് പേറ്റൻറ്റും പ്രോസസ് പേറ്റൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പം ഫ്രണ്ട്സ്, ഇത് നമ്മൾ ഒരു ഇൻട്രൊഡക്ഷനാണ് ഈ ഒരു പേറ്റൻറ്റിൻ്റെ കാര്യം പറഞ്ഞത്. അതായത് പേറ്റൻറ്റ് ആക്ടിൻ്റെ ഇൻട്രൊഡക്ഷനും അതുപോലെ എന്താണ് പേറ്റൻറ്റ്, എന്തിനാണ് പേറ്റൻറ്റ് ലോ ഉള്ളത്, അതുപോലെ അവർക്ക് എന്തൊക്കെ റൈറ്റാണ് കിട്ടുന്നത്. പിന്നീട് നമ്മൾ ഒരു കേസിലും അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബസ്വന്ത് പ്രസാദ് രാധേശ്യാം വേഴ്സസ് ഹിന്ദുസ്ഥാൻ മെറ്റൽ ഇൻഡസ്ട്രീസ്. അതിൽ പറഞ്ഞ കാര്യമാണ് പേറ്റൻറ്റ് ലോയുടെ ഒബ്ജക്റ്റ് എന്താണെന്നുള്ളത്. നമ്മളതെല്ലാം ഇതിനു മുന്നേ പഠിച്ചെല്ലാം കൂടെ സമ്മപ്പ് ചെയ്ത് പറഞ്ഞൊരു കേസാണത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് 2 ടൈപ്പ് പേറ്റൻറ്റ് പറയുന്നത്, പേറ്റൻറ്റ് ആക്ടിൻ്റെ തന്നെ 1970 ആക്ടിൻ്റെ അകത്ത് പറയുന്ന 2 തരത്തിലുള്ള പേറ്റൻ്റാണ് പ്രോഡക്റ്റ് പേറ്റൻറ്റും പ്രോസസ് പേറ്റൻറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്കിനി അടുത്ത ടോപ്പിക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.